നമസ്കാരം, ഇത് IBN മലയാളം. താനൂരിലെ പെൺകുട്ടികളെ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കരുത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടികളെ മാതാപിതാക്കൾക്ക് തിരികെ ലഭിച്ചത്. അല്ല എങ്കിൽ അവർ കാമാത്തിപുരത്തിലെയോ അല്ലെങ്കിൽ മുംബൈയിലെ മറ്റേതെങ്കിലും ഒരു ഫ്ലാറ്റിലോ എത്തിപ്പെട്ടേനെ. മുംബൈ ഛത്രപതി ശിവാജി ടെർമിനൽ ആദ്യമായി എത്തുന്ന ഭാഷയറിയുന്ന 40 വയസ്സുള്ള മലയാളി പോലും വഴിയും പോകേണ്ട മാർഗങ്ങളും അറിയാതെ അന്താളിച്ചു നിൽക്കുമെന്നിരിക്കെ മലയാളം മാത്രം അറിയാവുന്ന പ്രായപൂർത്തിയാകാത്ത പരീക്ഷകളിലടക്കം സ്ക്രൈബ് എഴുതുന്ന 2 പെൺകുട്ടികൾ എങ്ങനെ അവിടെ നിന്നും മാറിയുള്ള മലയാളിയുടെ ബ്യൂട്ടി പാർലറിൽ തന്നെ ഇത്ര കൃത്യമായി എത്തി എന്നതിൽ ദുരൂഹതയുണ്ട്. പാലാരിവട്ടംകാരനായ ഒരു പ്രിൻസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആ ബ്യൂട്ടി പാർലർ എന്നും ഏതാനും വർഷം മുമ്പ് മറ്റൊരു പേരിൽ പ്രവർത്തിച്ചിരുന്ന ആ ബ്യൂട്ടി പാർലറിൽ നിന്നും മുംബൈ പോലീസ് റെയ്ഡ് നടത്തിയതായും നിരവധി മലയാളി പെൺകുട്ടികളെ അടക്കം അനാശാസത്തിന് പിടികൂടിയതായി സാക്ഷാൽ ശ്രീമാൻ സന്ദീപ് വാര്യർ രംഗത്ത് വരികയുണ്ടായി. ബ്യൂട്ടി പാർലർ ഉടമ ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിലും ഇതും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കുട്ടികളെ തിരിച്ചറിയാതിരിക്കാനാവും മോഡേൺ ലുക്ക് ലഭിക്കാനും വേണ്ടി ആ രൂപമാറ്റം ബ്യൂട്ടി പാർലർ നടത്തിപ്പുകാരിയായ സ്ത്രീയുടെ വക സൗജന്യമായിരുന്നു. മുടിയും വെട്ടി പുരികവും നല്ല ഷെയ്പ്പാക്കി ഗ്ലാമർ കൂട്ടി ആ കുട്ടികളെ അവർ എവിടെയെങ്കിലും എത്തിക്കാൻ തിടുക്കപ്പെട്ടതാണെങ്കിലോ. മലയാളം ചാനലുകളിൽ വാർത്ത വന്ന് മുംബൈയിൽ തന്നെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയതും ഒപ്പം പെൺകുട്ടികൾ മുംബൈയിൽ എത്തിയിട്ടുണ്ടെന്ന് കേരള പോലീസ് കണ്ടെത്തി കഴിഞ്ഞുവെന്നും പോലീസ് പുറകെയുണ്ടെന്നും വാർത്തകൾ കണ്ടതോടെയാണോ കഥ മാറ്റിയതെന്നും അന്വേഷിക്കണം. ഇവിടെ മാധ്യമങ്ങളും മറ്റുള്ളവരും ബോധപൂർവം പെൺകുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയ റഹീം എന്ന യുവാവിനെ മറച്ചുപിടിക്കുകയാണ്. മാധ്യമങ്ങളും പോലീസും റഹീമിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തുവിടുന്നില്ല. കുട്ടികളെ മുംബൈയിലേക്ക് കൊണ്ടുപോയതിൽ റഹീമിന്റെ പങ്കും അവന്റെ നാട്ടിലും മുംബൈയിലുമുള്ള ബന്ധങ്ങളും അന്വേഷിക്കപ്പെടണം. റഹീമിന് പകരം ഒരു രാജേഷാണ് കുട്ടികളെ കൊണ്ടുപോയതെങ്കിൽ കാണാമായിരുന്നു. രാജേഷിന്റെ കുഞ്ഞമ്മയുടെ ആധാർ കാർഡിന്റെ കോപ്പി വരെ മാധ്യമങ്ങൾ പുറത്തുവിട്ടേനെ. പാവം മാതാപിതാക്കൾ ഈ വിഷയത്തിൽ നിരപരാധികളാണ്. അവർക്കിതിനെക്കുറിച്ച് ഒരറിവുമില്ല. എന്നാൽ പെൺകുട്ടികളെ തിരിച്ചു കിട്ടിയതോടെ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്ത രീതിയിൽ മാതാപിതാക്കളിലേക്കാണ് ചർച്ച മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നത്. താനൂർ പോലീസ് ഈ കേസ് ഒരു മാൻ മിസ്സിംഗ് കേസായി മാത്രമെടുത്ത് കുട്ടികളെ തിരിച്ചു കിട്ടിയതിനെ തുടർന്ന് ക്ലോസ് ചെയ്യരുത്. സമഗ്രമായ അന്വേഷണം വേണം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.